ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു മലവെള്ള പാച്ചിലാണ്. ഈ മലവെള്ള പാച്ചിൽ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഈട്ടിത്തടിയോ തേക്കിൻ്റെ തടിയോ കടപുഴകി അത് പോകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് UDFിൻ്റെ സ്ഥാനാർത്ഥികളുടെ സൗന്ദര്യം നോക്കിയോ അവരുടെ പാരമ്പര്യം നോക്കിയല്ല. ഇത്തവണ LDFിനെതിരെ പിന്നെ വിധി എഴുതാൻ കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പിൽ സ്ഥാനാർത്ഥിയുടെ പാരമ്പര്യവും പൈതൃകവും സൗന്ദര്യവും ഒന്നും ഒരു വിഷയമല്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രോസസ്സ് അന്തിമമായി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നവരെ ആർക്ക് വേണമെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കാം, അതിലൊരു തെറ്റുമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അന്തിമമായ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ഒരൊറ്റ MP പോലും അതിനെതിരെ നിൽക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല, നിൽക്കാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിനെന്താ തർക്കം? ഞങ്ങളെ വിജയിപ്പിച്ചവരാരാണ്? കോൺഗ്രസ് പ്രവർത്തകരാണ്, കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരാണ് അസംബ്ലിയിൽ മത്സരിക്കുന്നത്. അപ്പോൾ എൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ 7 MLAമാർ മത്സരിക്കുന്നുണ്ട്. 5 എണ്ണം കാസർഗോഡ് ജില്ലയിൽ, 2 എണ്ണം പിന്നെ കണ്ണൂർ ജില്ലയിൽ, പയ്യന്നൂരും കല്യാശ്ശേരിയും. ഈ 7 അസംബ്ലി മണ്ഡലവും എനിക്ക് ഒരുപോലാണ്. ആ 7 അസംബ്ലി മണ്ഡലത്തിലെയും UDF സ്ഥാനാർത്ഥികളെ വിജയതിലകം അണിയിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടാൻ ഉള്ള ഒരു ഉത്തരവാദിത്വമാണ് എനിക്കുള്ളത്. ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും. ആരാണ് സ്ഥാനാർത്ഥിയെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. പാർട്ടി മുന്നണി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് MPമാരുടെ ഉത്തരവാദിത്വം. കണ്ണൂർ സീറ്റിനെ സംബന്ധിച്ച് കണ്ണൂർ സീറ്റ് UDFിന് സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിൽ പോലും അത് കഴിഞ്ഞ തവണയൊക്കെ നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും K. സുധാകരൻ അവിടെ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് അവിടെ പ്രാദേശികമായ വികാരമുണ്ട്. അപ്പോൾ ആ ജയസാധ്യതയാണല്ലോ പ്രധാനമായും ഒന്നാമത്തെ ഘടകമായി പരിഗണിക്കുക എന്നാണല്ലോ നേതൃത്വം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു മലവെള്ള പാച്ചിലാണ്. ഈ മലവെള്ള പാച്ചിൽ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഈട്ടിത്തടിയോ തേക്കിൻ്റെ തടിയോ കടപുഴകി അത് പോകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് UDFിൻ്റെ സ്ഥാനാർത്ഥികളുടെ സൗന്ദര്യം നോക്കിയോ അവരുടെ പാരമ്പര്യം നോക്കിയല്ല. ഇത്തവണ LDFിനെതിരെ പിന്നെ വിധി എഴുതാൻ കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പിൽ സ്ഥാനാർത്ഥിയുടെ പാരമ്പര്യവും പൈതൃകവും സൗന്ദര്യവും ഒന്നും ഒരു വിഷയമല്ല. UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ നിങ്ങൾ UDFിന് ബാലി കയറാൻ മലയാണെന്ന് വിശ്വസിക്കുന്ന മണ്ഡലത്തിൽ പോലും ഇത്തവണ ജയിച്ചു കയറും. ഞാൻ പറയുന്നു, ഇത്തവണ 111 സീറ്റുകൾ UDF നേടി അധികാരത്തിൽ വരും. 1977 111 സീറ്റ് നേടിയിട്ടാണ് ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ഒരു 111 ഇത്തവണയും കിട്ടും. വിവാദങ്ങൾ അനവസരത്തിൽ തന്നെയാണ്. അല്ല, വിവാദങ്ങളെന്ന് പറയാൻ പറ്റത്തില്ലോ. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? നിങ്ങൾ ചാനലുകാരാണ്. വിവാദങ്ങളാണ് ഇപ്പം ആവശ്യം നിങ്ങൾക്ക്. കാരണം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഐഷ പോറ്റി പോയി, അതുപോലെ തന്നെ മൂന്നാറിലെ MLA രാജേന്ദ്രൻ പോയി, അവസാനം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ സുധാകരൻ പോയി, നാട്ടിക MLA പോയി. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അതുപോലെ മലമ്പുഴയിൽ എത്രയെത്ര കമ്മ്യൂണിസ്റ്റുകാരെ പോയ ശശി പോയി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഞങ്ങളിൽ മാത്രമല്ല അപ്പുറത്തും ഇതൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും UDFിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന പ്രശ്നമില്ല. കാരണം ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. LDFിനെ താഴെ ഇറക്കാൻ, UDFിനെ അധികാരത്തിലേറ്റാൻ. ആ ജനങ്ങൾക്ക് ഇന്ന് നടക്കുന്ന വിവാദങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല.